സാന്ത്വനത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി. എല്ലാവർക്കും നമ്മളുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പിടിച്ചു നിന്നിട്ടോ അഭിനയിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ശ്രീകല ദേവിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ രഹസ്യം പറയാണ് കേട്ടോ. എടി, ആഭരണങ്ങളുടെ കാര്യം വല്ലതും ഇവർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ദേവി അത് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ഹാവു, അത്രയെങ്കിലും സമാധാനം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ശ്രീകല. അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കുകയാണ് ഇവരോട്, എന്താ നിങ്ങൾ പറഞ്ഞു കൂട്ടി ഈ കള്ളങ്ങളൊക്കെ ഒരിക്കലും പുറത്ത് വരില്ല എന്ന് വിചാരിച്ചോ? ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരു അന്തസ്സുള്ള കുടുംബം എന്ന് ഗോമതി പറയുമ്പോൾ ഉദയഭാനു പറയാണ്, അതിനാരെ പറ്റിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ പണക്കാരാണെന്ന് വല്ലതും ഞങ്ങളാണോ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾ പണക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ആദ്യം തെറ്റിദ്ധരിച്ചു. അതങ്ങനെയല്ല എന്ന് ഞങ്ങളെ തിരുത്തി പറഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ ഞങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദിന് ഇങ്ങനെ ദേഷ്യം വരികയാണ്. ആനന്ദ് വീണ്ടും ആ സാധനം എടുത്ത് ഇങ്ങനെ തല്ലാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഷോ ഷോ എന്ന് പറഞ്ഞ് ഇവർ പേടിക്കുന്നു. ആ ചെറുക്കനെ ആദ്യം ആരെങ്കിലും പിടിച്ചു വെക്ക്, എന്റെ ബാല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ നമുക്ക് മറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാലൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ്. നേരത്തെ ഒരിക്കൽ ബാലൻ ഈ ഉദയഭാനുവിനെ കുറിച്ച് മനസ്സിലാക്കിയതാണല്ലോ. ആ കാര്യം പക്ഷെ വീട്ടിൽ ആർക്കും അറിയില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വലിയൊരു പ്രശ്നം ഉണ്ടാവും. അച്ഛന് നേരത്തെ മനസ്സിലായിട്ട് പോലും ഞങ്ങളോടൊന്നും പറയാത്തത് എന്താണ്? എന്തിനാ അച്ഛൻ അതൊക്കെ ഒളിച്ചു വെച്ചത് എന്നൊക്കെ മക്കളുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. അങ്ങനെ വലിയൊരു പ്രശ്നമാവും. അപ്പൊ അത് ആവാതിരിക്കാനാണെന്ന് തോന്നുന്നു ബാലൻ ഒരു കുറ്റബോധവും എല്ലാം ഉണ്ടാവും. അപ്പൊ ബാലൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ശ്രീകല പറയാണ്, എന്റെ ഗോമതി, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല ദേവി മോളും ആയിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതെന്ന്? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഞങ്ങൾക്ക് സ്വത്തില്ലാത്തതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതൊക്കെ മറന്നു കളയാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയാണ് കേട്ടോ, നിങ്ങൾ പണക്കാരല്ലാത്തതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം, അതിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? എന്റെ ഏട്ടനെ വഞ്ചിച്ചവരാണ് നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മീനു പറയാണ് കേട്ടോ, അങ്കിളെ, നിങ്ങൾ അന്ന് തന്നെ സത്യമൊക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ബഹുമാനിച്ചേനെ. പക്ഷെ അതൊക്കെ മറച്ചു വെച്ച് പകരം നിങ്ങൾ കുറെ കള്ളം പറഞ്ഞ് ഇത്രയും കാലമായിട്ട് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പറ്റിച്ചു പറ്റിച്ചു ചതിച്ചു എന്നൊന്നും ഇനി പറയരുത്, അത്രയും വലിയ കാര്യമൊന്നും അല്ലല്ലോ ഞങ്ങൾ ഒളിച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചതിയന്മാരായ നിങ്ങളെയും നിങ്ങളുടെ മോളെയും ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവി വന്നിട്ട് അമ്മയോട് ഇങ്ങനെ കൈകൂപ്പി പറയാണ് കേട്ടോ, അമ്മയെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ബാലച്ചൻ അവിടെ സോഫയിൽ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ബാലന്റെ കാലിൽ വീണ് ദേവി മാപ്പൊക്കെ പറയാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കണം ബാലച്ച, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ അച്ഛനും അമ്മയും ചെയ്തത് തെറ്റാണ്, ഞങ്ങൾ സത്യം ഒളിച്ചു വെച്ചതും പകരം കുറെ നുണ പറഞ്ഞതും എല്ലാം തെറ്റ് തന്നെയാണ്. ആനന്ദേട്ടൻ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് വരെയും ആനന്ദേട്ടനോട് പോലും ഒന്നും പറഞ്ഞില്ല, അതെന്റെ മാത്രം തെറ്റാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു, എന്നോട് ക്ഷമിക്കണം ബാലച്ച എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാലൻ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ. അതുവരെ സോഫയിൽ മിണ്ടാതിരുന്ന ആളാണ്. പെട്ടെന്ന് ഇങ്ങനെ എണീക്കുമ്പോൾ ദേവി എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് ഇങ്ങനെ കൈകൂപ്പി ബാലച്ച എന്നോട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെയും എൻ്റെ മോനെയും ചതിച്ച ഉദയഭാനുവിന്റെ മോള് ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ദേവി പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുകയാണ്. എന്നിട്ട് ഗോമതി അമ്മയോടൊക്കെ പറയുന്നുണ്ട്, അമ്മേ, അച്ഛ എന്തൊക്കെയാ പറയുന്നത്? ആനന്ദേട്ട, അച്ഛൻ പറയുന്നത് കേട്ടോ, ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന്. ആനന്ദേട്ട ഒന്ന് പറയാ ആനന്ദേട്ട എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത് തന്നെയാ എനിക്കും പറയാനുള്ളൂ. ഇനി നിന്നെ ഈ വീട്ടിൽ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ നിന്റെ തന്തയും തള്ളയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ദേവി ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. ആനന്ദേട്ട അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. മീനും മിത്രയ്ക്കൊക്കെ ചെറുതായിട്ട് വിഷമമാവുന്നുണ്ട്. പക്ഷേ ഇടയിൽ കയറി ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പറയാണ്, ഇറങ്ങി പോവാനോ? അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ തീരുന്നതാണോ? എൻ്റെ മോൾക്ക് ഈ കുടുംബത്തോടുള്ള ബന്ധം, ഞങ്ങൾ ഞങ്ങളുടെ മോളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ്. ഇത്രയും കാലം അവൾ ആനന്ദിന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും അവൾ ഇവിടെ തന്നെ ജീവിക്കും. ഇവിടെ നമ്മളെ ഇറക്കി വിടാന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ബാലൻ നേരെ ഇങ്ങനെ ഉദയഭാനുവിന്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. എടോ, ഞങ്ങളെ ചതിച്ച് മതിയായില്ലേ, ഇറങ്ങി പോയിക്കോ ഇവിടുന്ന്, ഇല്ലെങ്കിൽ ബാലൻ ഒരു കൊലപാതകയായി മാറും എന്നൊക്കെ പറയുമ്പോൾ ഉദയഭാനു ഒന്നിങ്ങനെ പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോഴും ഉദയഭാനു ശ്രീകലയൊക്കെ പറയാണ് ഗോമതിയോടും ബാലനോടൊക്കെ, ശരിയാ, ഞങ്ങൾ 4 നുണ പറഞ്ഞു, ഞങ്ങളുടെ മോൾ എം എ ഒന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സ്വത്തോ പണമൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ദോഷം ഉണ്ടായതെന്ന് പറ. ഇത്രയും കാലം സത്യം മറച്ചു വെച്ചു, അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോ ഈ കുടുംബത്തിൽ നേരത്തെ ഒന്നും നടക്കാത്തതാണോ? ഗോമതി എത്ര വലിയ കാര്യമാണ് സ്വന്തം ഭർത്താവിൽ നിന്ന് ഒളിച്ചു വെച്ചത്, ആര്യന്റെ കല്യാണക്കാര്യം, അതൊന്നും തെറ്റല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? എന്റെ മോൾ ഇത്തിരി ഒരു പഠിപ്പിന്റെ കാര്യം ഒളിപ്പിച്ചു വെച്ചത് ഇത്രയും വലിയൊരു തെറ്റായി പോയി. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒരു 4 കള്ളം പറഞ്ഞത് അത്രയും വലിയ പ്രശ്നമായി പോയി. ഇതൊന്നും ഈ കുടുംബത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ? ആരൊക്കെ എന്തൊക്കെ കള്ളം പറഞ്ഞിരിക്കുന്നു, എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, അതൊന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? ഇപ്പൊ എന്റെ മോള് ചെയ്തത് മാത്രമാണോ തെറ്റ് എന്നൊക്കെ പറഞ്ഞു ശ്രീകല ഇങ്ങനെ പറയുമ്പോൾ ഗോമതിക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാവുകയാണ്. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കടയിൽ കയറി വന്ന് ഞങ്ങൾ കാണാതെ എത്ര രൂപയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഉദയഭാനു ഒന്ന് പരിങ്ങാണ് കേട്ടോ. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടോ ഒരു നന്മയ്ക്കായിട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറഞ്ഞിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷെ അന്യരെ പറ്റിച്ച് ജീവിക്കണമെന്ന് ഈ ഗോമതി സ്റ്റോർ ബാലന്റെ കുടുംബത്തിലെ ആരും
ഇന്ന് വരെ മനസ്സിൽ പോലും ആലോചിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ അന്തസ്സ്. അതുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉദയഭാനു ശ്രീകലയും എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാവുന്നു. അങ്ങനെ ഗോമതി അവസാനം പറയാണ്, ഇവളെ ഇനി ഈ വീട്ടിൽ വേണ്ട, അത്ര തന്നെ. നിങ്ങളായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ ചോദിക്കുമ്പോൾ, ആഹാ ദേവി മോളെ ഗോമതി പിടിച്ച് പുറത്താക്കുമോ, എന്നാ പിന്നെ അന്ന് കാണണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകല വഴക്കിന് വരുമ്പോൾ ഗോമതി ഭയക്കുന്നില്ല, നേരെ ദേവിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കുകയാണ്. എന്നിട്ട് പുറത്തേക്ക് തള്ളി വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദേവി പുറത്ത് നിന്ന് അമ്മേ അമ്മേ വാതിലടയ്ക്കല്ലേ അമ്മേ, തുറക്കമ്മേ തുറക്കമ്മേ എന്ന് പറഞ്ഞ് കെഞ്ചി കരയുന്നുണ്ട്. ആരും തുറക്കുന്നില്ല. അങ്ങനെ ദേവി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ശ്രീകല പറയണ, മോളെ എനിക്ക് നമുക്ക് വീട്ടിൽ പോവാം, ഇനിയിപ്പോൾ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ദേവി പറയാണ്, എങ്ങോട്ട് എങ്ങോട്ട് പോകാൻ, ഇതാണ് എൻ്റെ വീട്, ഞാൻ ഇവിടെ കഴിയേണ്ടത്, എങ്ങോട്ട് ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് ദേവി അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഉദയഭാനു ദേവിയോട് പറയാണ്, മോളെ നീ അച്ഛന് കുറച്ചുകൂടെ സമയം എന്താ, നീ പറയുന്നതെല്ലാം ശരിയാ, ഇതാ നിന്റെ വീട്, നീ കഴിയേണ്ടത് ഇവിടെയാണ്. ഇപ്പൊ നിന്നെ എവിടുന്ന് അടിച്ച് പുറത്താക്കിയവർ തന്നെ നിന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിച്ച് കയറ്റും. അതെ അച്ഛൻ മോൾക്ക് തരുന്ന ഉറപ്പാ, മോൾ അച്ഛനെ ഒന്ന് വിശ്വസിക്കുക, കുറച്ച് സമയം എന്താ, നിന്റെ ജീവിതം അച്ഛൻ ശരിയാക്കി തരും എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ വാക്ക് കേട്ട് കേട്ടാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്, മതി അച്ഛ ഒന്ന് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ദേവി. അങ്ങനെ ഇതേ സമയത്ത് അവിടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ ധർമ്മനും ഇന്ദിരാമയും അച്യുതനും അനന്തനും എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കൂടെ അടുത്ത വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ കൃഷ്ണമംഗലത്തുകാർ ഇവരൊക്കെ കരയുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താ എന്താ പ്രശ്നം, എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകല ഓടി വന്ന് ഇന്ദിരാമ്മയോട് പറയാണ് കേട്ടോ, നിങ്ങൾ തന്നെ പറ, ഇതൊക്കെ ന്യായമാണോ, പെണ്ണ് കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് നടന്ന ചെറുക്കനായിരുന്നു ആ ആനന്ദ്, അങ്ങനെയുള്ളവന് നല്ല കുടുംബമാണല്ലോ എന്ന് വിചാരിച്ച ഞങ്ങൾ ഞങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത്, എന്നിട്ടിപ്പോൾ അവന് ഞങ്ങളുടെ മോളെ വേണ്ടാതായി. നിങ്ങൾ തന്നെ കണ്ടതല്ലേ ആ ഗോമതി എൻ്റെ മോളെ ആട്ടി പുറത്താക്കിയത്, ഇനിയിപ്പോൾ ഇവളെ അവർക്ക് ആർക്കും വേണ്ടാത്രേ, അതിന് മാത്രമുള്ള തെറ്റൊന്നും ഞങ്ങളുടെ മോള് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ മോളെ ഓർത്ത് നിങ്ങളെങ്കിലും അവരോട് ഞങ്ങളുടെ മോൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ദിരാമ്മ പറയാണ്, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം, അപ്പുറത്തുള്ള ആനന്ദേ എൻ്റെ പേരക്കുട്ടിയാ, ആനന്ദ് എങ്ങനെയാണ്, എൻ്റെ മോള് ഗോമതി എങ്ങനെയാണ്, ബാലൻ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, ഒരു കാരണവുമില്ലാതെ അവരിങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല, അവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് ഇന്ദിരാമ്മ പറയുമ്പോൾ, എന്നാൽ പിന്നെ അമ്മ തന്നെ അവരോട് പോയി ചോദിച്ചു നോക്ക്, ആ ആനന്ദിനെ എൻ്റെ മോളെ ഇനി വേണ്ടാന്ന് പറഞ്ഞ അവൻ പുറത്താക്കിയത്, അവന് വേറെ ഏതോ പെണ്ണുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാ ഇപ്പൊ എൻ്റെ മോളെ വേണ്ടാതായത് എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് ഗോമതി വേഗം വന്ന് ഡോറ് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, മുറ്റത്ത് നിന്ന് എൻ്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ എല്ലാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ പോലീസോ ഒന്നും പറഞ്ഞ് ഇവരൊന്ന് പേടിക്കുന്നുണ്ട്. ഷൗട്ട് ചെയ്തിട്ട് ഗോമതി വീണ്ടും അകത്ത് പോയി ഡോർ അടിക്കുന്നു. അങ്ങനെ അച്യുതൻ ഇവരോട് പറയാണ്, ഇത്രയൊക്കെ ഞങ്ങളോട് കരഞ്ഞ് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്, നിങ്ങളിപ്പോൾ പോലീസിനെ വിളിച്ചില്ലെങ്കിൽ അവർ പോയി പോലീസിനെ വിളിക്കും, അവരെ വിളിച്ച് പോലീസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അതുകൊണ്ട് അവർ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോലീസിനെ വിളിക്കുക, എന്നിട്ട് നിങ്ങളുടെ മോളെ ചവിട്ടി പുറത്താക്കിയതും പീഡിപ്പിച്ചതും ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറ എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ പേടിക്കുകയാണ് കേട്ടോ, പോലീസ് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ അവസാനം അനന്തം വന്ന് കാര്യം പറയാണ്, അച്യുത നീ മിണ്ടാതിരിക്കെ, നീ ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട, നമ്മൾ ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഉദയഭാനുവിനോട് പറയാണ്, നിങ്ങൾ പറയുന്നൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് കൂട്ടു നിൽക്കാനും പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ്, വാ അച്യുത വാ അമ്മേ അകത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ, അവരാരും കേൾക്കാൻ പോകുന്നില്ല, നീ ഞങ്ങളുടെ കൂടെ വാ, തൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ശ്രീകലയും ഉദയഭാനുവും ദേവി അവിടെ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ബാലൻ ശരിക്കും ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ പോകുന്നുണ്ട്, എല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആനന്ദിനോട് മാപ്പ് പറയാൻ പോകുന്നുണ്ട്, നിന്നോട് മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ, മറ്റൊരാളോട് കൂടി എനിക്ക് മാപ്പ് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയി ധർമ്മനെ കണ്ട് ധർമ്മൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാനൊക്കെ പോകുന്നുണ്ട്. നിന്നെ ഞാൻ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു മോനെ, വിശ്വസിക്കാൻ പാടില്ലാത്തവരെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ട നിന്നെ വിശ്വസിച്ചില്ല, അതെൻ്റെ തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്ക് ധർമ്മ, ക്ഷമിക്ക് മോനെ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുമ്പോൾ അതോടുകൂടി ധർമ്മനും ബാലനും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരാനും ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ ധർമ്മൻ മാമൻ തിരിച്ചിങ്ങോട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നിങ്ങൾ പറയൂട്ടോ. താങ്ക് യു, ബൈ.